അമേരിക്കയിൽ മനുഷ്യർ എത്തിയത് രണ്ട് വഴികളിലൂടെയായിരുന്നു. ഒന്ന്, ബെറിംഗ് സ്ട്രേറ്റ് വഴിയിലൂടെ കാൽനടയായി എത്തിയവർ. രണ്ടാമത്തെ കൂട്ടർ പസഫിക് സമുദ്രം വഴി സഞ്ചരിച്ചെത്തിയ പോളിനീഷ്യൻ ജനങ്ങൾ. പക്ഷേ 150 മില്യൺ സ്ക്വയർ കിലോമീറ്റർ പരന്നു കിടക്കുന്ന പസഫിക് സമുദ്രം നമ്മൾ കരുതുന്ന പോലെ അത്ര ഈസിയായി മറികടക്കുവാൻ കഴിയില്ല. കൂടാതെ പസഫിക് സമുദ്രത്തിന്റെ ഇടയിലുള്ള ചെറുദ്വീപുകളിൽ ഒരുപാട് കാലം ഇവർ താമസിക്കുകയും അവർ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നാണ് അമേരിക്കയിൽ എത്തിയതെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് പോളിനേഷ്യൻ ജനത കൃത്യമായി ദ്വീപിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയത് എന്നത്. കാരണം അടുത്ത ദ്വീപ് ഉണ്ടാകുക 100-500 കിലോമീറ്റർ അകലെയായിരിക്കും. നമ്മുടെ കണ്ണുകൊണ്ട് ഒരിക്കലും കാണുവാൻ കഴിയാത്ത ഈ ദ്വീപുകളുടെ കൃത്യമായ സ്ഥാനം അവർ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന ചോദ്യം. ഈ കാര്യം പോളിനേഷ്യൻ ജനങ്ങളോട് ഗവേഷകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് വഴി കാണിക്കുവാൻ വേണ്ടി ആകാശത്തൊരു നക്ഷത്രം ഉദിക്കുമെന്നും ആ നക്ഷത്രത്തെ പിന്തുടർന്നാലാണ് ഈ ദ്വീപുകളിൽ എത്തിച്ചേർന്നത് എന്നുമാണ്. പക്ഷേ ഈ ഉത്തരം ശാസ്ത്രത്തിന് അംഗീകരിക്കുവാൻ കഴിയില്ലല്ലോ. ഏതായാലും ഉത്തരം പറഞ്ഞുതരാം. മേഘങ്ങൾ. കടലിലുള്ള മേഘങ്ങൾ ഇതുപോലെ തുടർച്ചയായി നീണ്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ മേഘങ്ങൾ ഒരു ദ്വീപിന്റെ മുകളിലെത്തുമ്പോൾ കരയിൽ നിന്നുയരുന്ന ചൂട് കാരണം മേഘങ്ങൾ വേർപെട്ടു പോകും. അതുകൊണ്ട് അവർ മേഘങ്ങളെ നിരീക്ഷിക്കുകയും ഇതുപോലെ ചിതറിക്കിടക്കുന്ന മേഘങ്ങളെ കണ്ടാൽ ആ വഴിക്ക് പോവുകയും ചെയ്യും. പിന്നീട് കടൽ പക്ഷികളെ പിന്തുടർന്ന് കരയിൽ എത്തിച്ചേരും.